ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്തൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മധുരത്തിന് ആവശ്യമായ 3 ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. നല്ല പഴുപ്പ് കൂടിയിട്ടുള്ള നേന്ത്രപ്പഴവും ഈ ഒരു സ്നാക്കിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് സ്നാക്കായിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. ആവിയിൽ വേവിച്ചെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഒരു നേന്ത്രപ്പഴം ഞാൻ വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 4ആയിട്ട് കീറിയിട്ട് വളരെ കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിലും അതുപോലെ തന്നെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പഴം നമുക്കൊന്ന് വാട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വാട്ടിയെടുക്കാൻ പറ്റും. നല്ല പഴുത്തിട്ട് കറുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെ, അതവിടെ കട്ട് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തൊരു നേന്ത്രപ്പഴം എടുക്കുക. അത് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് വെള്ളമോ പാലോ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ നേന്ത്രപ്പഴം ഒറ്റയ്ക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വലിയ ജാർ തന്നെ വേണമെന്നില്ല, ചെറിയ ജാറിലിട്ട് അടിച്ചെടുത്താലും മതി. ഒരു പഴം ഉള്ളതുകൊണ്ട് ചെറിയ ജാറിലാണെങ്കിലും അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതെ, ഇതേപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തത് ഇവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തിലൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങയാണ്. ഞാൻ 250 ml കപ്പിൽ ഫ്രഷ് ആയിട്ട് ചെരുകി എടുത്തിട്ടുള്ള 1 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഈ 2 മീഡിയം വലുപ്പമുള്ള 2 നേന്ത്രപ്പഴം എടുക്കുമ്പോഴാണ് ബാക്കി എല്ലാ ചേരുവകളും പറയുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പച്ച തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ കുറച്ച് പാലൊക്കെ ഉള്ള തേങ്ങയായിരിക്കും പച്ച തേങ്ങ. ഇനി ഇതിവിടെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഈ പഴവും തേങ്ങയും ശർക്കരപ്പാനിയും എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി ഏലക്കയുടെ പൊടി ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. ഞാൻ ജീരകത്തിൻ്റെ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി നിങ്ങളെടുക്കുന്ന ശർക്കരയിൽ ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേന്ത്രപ്പഴം അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചാൽ മതി. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ശർക്കര ചേർത്തുണ്ടാക്കുന്ന ഐറ്റംസിന് നമ്മൾ പഞ്ചസാര കൂടി ഒരു അല്പം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒന്നായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട. ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഇപ്പോൾ ലോയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. മീഡിയത്തിൽ ഹൈയിലൊന്നും വെക്കരുത്. ലോയിൽ തന്നെ വെച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 കപ്പ് അരിപ്പൊടി എടുത്തപ്പോഴാണ് ഞാൻ 1.5 കപ്പ് വെള്ളത്തിൽ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾ റെഡിയാക്കുന്നത് അരിപ്പൊടിയും നേന്ത്രപ്പഴമൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ശർക്കരപ്പാനിയും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. മധുരത്തിൻ്റെ അളവിലും നിങ്ങൾ ചേർക്കുന്ന ശർക്കരയിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ കൂടുതൽ എടുക്കുമ്പോൾ എല്ലാ ചേരുവകളും കൂട്ടി എടുക്കുക കേട്ടോ. 1.5 കപ്പ് അരിപ്പൊടി എടുത്തപ്പോഴാണ് ഞാൻ 1.5 കപ്പ് വെള്ളത്തിൽ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾ റെഡിയാക്കുന്നത് അരിപ്പൊടിയും നേന്ത്രപ്പഴമൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ശർക്കരപ്പാനിയും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. കൂടുതൽ എടുക്കുമ്പോൾ എല്ലാ ചേരുവകളും കൂട്ടി എടുക്കുക കേട്ടോ.
അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും മതി. ഇത് നന്നായിട്ട് അരിപ്പൊടിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് അങ്ങോട്ട് ചൂടാറണ്ട, ചെറിയൊരു ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സ്നാക്കായിട്ടും ഉപയോഗിക്കാം. ഇപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്, ഫുള്ളായിട്ട് ആറിയിട്ടില്ല, ചെറുതായിട്ട് ചെറിയ ചൂടുണ്ട്, അത് കുഴപ്പമില്ല. ഞാൻ ഇതുപോലെ ഇലയിലാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഒരു ഇലയൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മാവിലേക്ക് നട്ട്സൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് അധികമായിരിക്കും. അപ്പോൾ ഞാൻ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല. മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. വെറൈറ്റി ആയിട്ട് കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ ചെയ്യാം. ഇത് നല്ല പേപ്പർ പോലെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഇലയുടെയാണ് നമ്മൾ നേന്ത്രപ്പഴം വെച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ അങ്ങ് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് ഞാനൊന്ന് പരത്തി കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇലയിലേക്ക് വെച്ച് കൊടുക്കുക. ഇലയുടെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഭാഗത്തേക്ക് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഇല ഒരു ഭാഗത്തുനിന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല വാട്ടിയത് കൊണ്ട് ഇല പൊട്ടിപ്പോവുകയൊന്നുമില്ല കേട്ടോ. ഇതേപോലെ നല്ല നൈസാക്കി പരത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ആവിയിൽ പെട്ടെന്ന് റെഡിയാക്കി കിട്ടുകയും ചെയ്യും. എല്ലാതും വെന്തതാണ്, പക്ഷെ എന്നാലും നമ്മൾ വാഴയിലയിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോൾ ആ വാഴയിലയുടെ ടേസ്റ്റ് കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു അപ്പച്ചമ്പിൽ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ തട്ട് വെച്ചിട്ട് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ള ഇലയുടെ മുഴുവനും ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല നൈസാണ്, നല്ല നൈസായിട്ടുള്ള ഒരു ഇലയുടെയാണ്. വളരെ സിമ്പിളാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി ഇലയുടെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ആദ്യം ഒരു 4 മിനിറ്റോളം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അതിനുശേഷം എനിക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി. ബാക്കിയുള്ള 6 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി കിട്ടും, ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. ഇലയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇതിലേക്ക് നമ്മൾ ഇലയിലോ ഓയിലോ നെയ്യോ ഒന്നും ആക്കി കൊടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഒരുപാട് പേരൊക്കെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കുന്നില്ല, വീഡിയോ കണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഇലയുടെയാണ്. പഴുത്ത് കറുത്തിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒന്നും വലിച്ചെറിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ കുട്ടികൾക്ക് 10 മണിക്ക് സ്നാക്കായിട്ട് കഴിക്കാനായിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ വരുമ്പോഴൊക്കെ കഴിക്കാനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇത് 4 മണിക്കെന്ന് മാത്രമല്ല ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും